السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم. إنما أمره إذا أراد شيئا أن يقول له كن فيكون. فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്ത് യാസീൻ അതിൻ്റെ അവസാന ആയത്തുകളാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രികമായ ലോകത്തേക്ക് മനുഷ്യരെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന, ഏറ്റവും അവൻ്റെ ആ ഖുദ്റത്തിനെ നിഷേധിക്കുന്ന ആളുകളുടെ മുമ്പിൽ അവന് അതൊക്കെ നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരം ഒരു ജീവിതമുണ്ടാക്കുക, വിചാരണ നടത്തുക, ഏത് കാര്യങ്ങളും നിഷ്പ്രയാസം ചെയ്യുവാൻ അവന് സാധിക്കും എന്ന് വളരെ ഗൗരവത്തോടുകൂടെ അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനങ്ങളാണ് അവസാനമായി നമ്മൾ ഈ കേട്ട ആയത്തുകളും കഴിഞ്ഞ ആയത്തുകളും. അവലൈസല്ലദീ, അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അവലൈസ എന്ന് പറഞ്ഞാൽ അല്ലയോ എന്നാണ് അർത്ഥം. നമ്മളൊരു കാര്യം പറയുമ്പോൾ പറയാലോ, ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളവനല്ലയോ, കഴിവുള്ളവനല്ലയോ, അതാണ് അവലൈസ, അല്ലയോ. എന്ത്? ആര്? അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ. അല്ലദീ, ഒരുവൻ. അവൻ ആരാണ്? ഖലഖസ് സമാവാതി വൽ അർദ, ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ചവൻ അല്ലയോ? ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ അല്ലയോ? ബി ഖാദിരിൻ, സർവത്തിനും കഴിവുള്ളവനല്ലയോ? അതാണ് ബി ഖാദിരിൻ, കഴിവുള്ളവനല്ലയോ? അതാണ് ചോദ്യം. ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ കഴിവുള്ളവനല്ലയോ? ബി ഖാദിരിൻ, ഖാദിർ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ. കഴിവ് എന്നുള്ളതിന് അറബിയിൽ ഖുദ്റത്ത് എന്ന് പറയും. അപ്പൊ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനല്ലയോ? ബി ഖാദിരിൻ, കഴിവുള്ളവനല്ലയോ? അലാ, എന്തിന്? അലാ അൻ യഖ്ലുഖ, സൃഷ്ടിക്കുവാൻ. അലാ അൻ യഖ്ലുഖ, സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനല്ലയോ? ഖലഖ യഖ്ലുഖു, സൃഷ്ടിക്കുക. അലാ അൻ യഖ്ലുഖ, സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനല്ലയോ? മിസ്ലഹും, അവരെപ്പോലെയുള്ളവരെ, അവരെപ്പോലെ ഉള്ളവരെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനല്ലയോ അല്ലാഹു? അല്ലാഹു തന്നെ ആ ചോദ്യം ചോദിക്കുന്നു, അവൻ തന്നെ മറുപടിയും പറയുന്നു. ബല, അതെ. ബല, അതെ. വഹുവൽ ഖല്ലാഖുൽ അലീം, അവൻ, വഹുവ അവൻ, അൽ ഖല്ലാഖ്, ധാരാളമായി സൃഷ്ടിക്കുന്നവനാണ്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്. ഖല്ലാഖ് എന്ന് പറയുമ്പോഴോ അതിൻ്റെ അഗാധമായ അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. ധാരാളമായി, അളവ് കണക്കില്ല, എങ്ങനെ എന്ന പ്രശ്നം അവനില്ല. എല്ലാം സൃഷ്ടിക്കുന്നവനാണവൻ. അൽ അലീം, എല്ലാം വളരെ നന്നായി
അറിവുള്ളവനുമാണ്. ഏതിനെ സൃഷ്ടിക്കണം, എന്തിനെ സൃഷ്ടിക്കണം, എങ്ങനെ സൃഷ്ടിക്കണം, എത്ര അളവിൽ സൃഷ്ടിക്കണം, അതിനൊക്കെ അവന് കഴിവുമുണ്ട്, അറിവുമുണ്ട്. അപ്പോൾ ഇതൊക്കെ മറുപടി ഏതിനാ? നേരത്തെ അവരുടെ ചോദ്യമാണ്, എങ്ങനെ ഈ നുരുമ്പിയ എല്ലുകളെ വീണ്ടും അക്ഷറിലേക്ക് കൊണ്ടുവരിക, എങ്ങനെ മനുഷ്യനെ മരിച്ചു മണ്ണറായി പോയ മനുഷ്യനെ വീണ്ടും ഹയാത്താക്കുക, ഇതൊക്കെയല്ലേ ഇപ്പോൾ അവരുടെ ചോദ്യം. അതിനുള്ള ഓരോ മറുപടികളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന് അതൊക്കെ നിഷ്പ്രയാസം സാധിക്കുന്നൊരു കാര്യമാണ്. മനുഷ്യരുടെ തുടക്കം ഓർത്താൽ എന്തൊരത്ഭുതമാണ്, ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണ്. വലിയ വലിയ സൃഷ്ടികളെ സൃഷ്ടിച്ചവനുണ്ടോ ഈ മനുഷ്യനെ പടക്കാൻ വല്ല പ്രയാസവും? ഇതൊക്കെ അള്ളാഹു തആല ചോദിക്കുകയാണ്. നമുക്ക് സുപരിചിതമായ സൂറത്തുൻ നാസിആത്തിൽ അള്ളാഹു ചോദിക്കുന്നില്ലേ, അഅൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹാ, അഅൻതും നിങ്ങളാണോ അശദ്ദു ഖൽഖൻ പടക്കാൻ ഏറ്റവും കാഠിന്യമുള്ള വസ്തുക്കൾ, അമിസ്സമാ അതോ ആകാശമാണോ? നിങ്ങളെ പടക്കാനാണോ പ്രയാസം അള്ളാഹ്ക്ക്? ആകാശത്തെ പടക്കുന്നതാണോ വലിയ കാര്യം? എന്നാൽ അങ്ങനെയുള്ള ആകാശലോകത്തെ ബനാഹ അവൻ പടച്ചു കഴിഞ്ഞു, അവൻ പടച്ചിട്ടുണ്ട്. റഫഅ സംകഹ ഫസവ്വാഹ, അതിൻ്റെ മേൽക്കൂരയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ കൃത്യമായി വ്യക്തമായി. ആകാശം എന്ന് പറയാൻ നമുക്ക് 3 അക്ഷരേ ഉള്ളൂ. ഒരു നക്ഷത്രം നമ്മൾ കാണുന്നത് മിന്നിത്തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലും എത്രയോ കോടാനും കോടി ദൂരത്ത് കിടക്കുന്ന ഓരോ ഗോളങ്ങളാണ്. ഭൂമിയെപ്പോലെ അതിനേക്കാൾ വലിപ്പമുള്ള ഗോളങ്ങൾ. അപ്പം ആകാശഗോളങ്ങൾ, ആകാശം എന്ന് പറയാൻ എത്ര എളുപ്പ. ഇതൊക്കെ അല്ല പടച്ചിരേ. സപ്താകാശങ്ങളെ, 7 ആകാശങ്ങളെയും 7 ഭൂമിയെയും പടച്ചവൻ, അതിലുള്ളവ മുഴുവനും സൃഷ്ടിച്ചവൻ. എത്രയോ പവന്റെ കുതിരത്ത്. അങ്ങനെയുള്ള അള്ളാഹ്ക്ക് ഇപ്പം നിങ്ങളെ പടക്കലാ ഒരു പ്രധാനം. അഅൻതും അശദ്ദു ഖൽഖൻ, നിങ്ങളെ പടക്കലാണോ പ്രയാസം, ഏറ്റവും കഠിനമായത്? അമിസ്സമാ, അതോ ഈ പ്രപഞ്ച ആകാശത്തെ പടക്കലോ? അത്രയും ഗൗരവമുള്ള ആകാശം ബനാഹ അവൻ നിർമ്മിച്ചു കഴിഞ്ഞു. റഫഅ സംകഹ ഫസവ്വാഹ, എല്ലാം വേണ്ടത് വേണ്ട സ്ഥലത്ത് ഫിറ്റ് ചെയ്ത് കൂട്ടിമുട്ടാതെ അതിനെ ക്രമീകരിച്ചു കഴിഞ്ഞു അവൻ. വഅഗ്തശ ലൈലഹാ വഅഖ്റജ ദുഹാഹാ, രാവും പകലും ലുഹയും ഒക്കെ ഇവിടെ മാറി മാറി വരുന്ന സംവിധാനത്തിൽ സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ സഞ്ചാരപഥങ്ങളും ഭ്രമണ വ്യവസ്ഥകളുമൊക്കെ അവൻ ക്രമീകരിച്ചു കഴിഞ്ഞു. വല്ലർദ ബഅദ ദാലിക ദഹഹാ, ഭൂമിയെയും അവൻ സംവിധാനിച്ചു കഴിഞ്ഞു. വല്ലർദ ബഅദ ദാലിക ദഹഹാ അഖ്റജ മിൻഹാ മാഅഹാ വമർആഹാ, ആ ഭൂമിയിൽ നിന്നവൻ സസ്യലതാദികളെ ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ തന്നെ അവൻ വെള്ളം ഇവിടെ സംവിധാനിച്ചു കഴിഞ്ഞു. ആ വെള്ളം ഇവിടെ കിട്ടി, അതിലൂടെ സസ്യലതാദികൾ ഉണ്ടായിട്ടാണ് മതാഅൻ ലക്കും വലിയന്നാമിക്കും, നിങ്ങൾക്കും നിങ്ങളെ കാലികൾക്കൊക്കെ തീറ്റ കിട്ടുന്നത് ആ വെള്ളവും അതിലൂടെ ഉണ്ടാകുന്ന സസ്യലതാദികളുടെ ഉൽപ്പന്നങ്ങളും പ്രോഡക്റ്റുകളൊക്കെ മുഖേനയാണ്. ഇതൊക്കെ ചെയ്ത അള്ളാഹ്ക്ക് ഇപ്പോൾ നിസ്സാരനായ നിങ്ങളെ പടക്കലൊരു പ്രയാസമാണോ? ഇതല്ല ചോദിച്ചതാണ്. ഇനിയും മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് സൂറത്തുൽ ഖിയാമ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ എന്നിങ്ങനെ പറയുന്നിടത്ത് അതിൻ്റെ അവസാന ഭാഗത്തെന്താ? അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ അലം യകു നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. മനുഷ്യ, നീ ആലോചിക്ക്, വെറുതെ പടച്ചതാ നിന്നെ? മനുഷ്യനവിടെ വെറുതെ പടച്ചതാണോ? അവൻ ആരായിരുന്നു? അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ, കാണാൻ പോലും കഴിയാത്ത നിലക്കുള്ള ഒരു ബീജത്തുള്ളി നമുക്ക് കാണാൻ പറ്റും. അതിലടങ്ങിയിട്ടുള്ള സ്പേമുകൾ കോടാനുകോടിയാണ് അതിലടങ്ങിയിട്ടുള്ള ബീജങ്ങൾ. അതിലേതെങ്കിലും ഒന്നാണ് മാതാവിൻ്റെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ച് സിക്താണ്ഡമായിട്ട് പിന്നീട് വളർച്ച പ്രാപിക്കുന്നത്. ഇത് കാണാൻ പോലും കഴിയില്ല നഗ്നനേത്രങ്ങൾ കൊണ്ട്. അവിടുന്ന് അതിൻ്റെ തുടക്കം. സുമ്മക്കാന അലഖത്തൻ ഫഖലഖ ഫസവ്വ, പിന്നെ ഗർഭാശയത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങൾ പിന്നിട്ട്
മാതാവിൻ്റെ വയറങ്ങനെ വീർത്ത് വന്ന് 9 മാസം കഴിഞ്ഞ് നീ ഭൂമിയിലേക്ക് വന്നു, എനിക്കൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെയാണ് പണ്ടുമൊക്കെ 2 വർഗങ്ങളായി നിങ്ങളിവിടെ പെറ്റുപെരുകി. അങ്ങനെ ഇവിടെ മനുഷ്യർ ധാരാളം ഉണ്ടായി. ഇതൊക്കെ ആരാ ചെയ്തത്? അള്ളാൻ്റെ ചോദ്യമാണ്. ഇതൊക്കെ ആര് ചെയ്തു? നിങ്ങൾ ചെയ്തതാ? അള്ളാൻ്റെ ചോദ്യം. എന്നിട്ടാണ് ആ ചോദ്യം അവസാനം, അലൈസ ദാലിക ബിഖാദിരിൻ, അങ്ങനെയുള്ള അള്ളാഹു കഴിവുള്ളവനല്ലയോ? എന്തിന്? അലാ അൻ യുഹ്യിയൽ മൗത, മരണപ്പെട്ടവരെ വീണ്ടും ജീവിപ്പിച്ചു കൊണ്ടുവരാൻ അവന് വല്ല പ്രയാസമുണ്ടോ? ഇല്ല. നിരവധി അനവധി ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തു ഗാഫിറിലെ 57-ാമത്തെ ആയത്ത് അല്ലാഹ് പറയുന്നുണ്ട്, ല ഖൽഖുസ് സമാവാതി വൽ അർളി അക്ബറു മിൻ ഖൽഖിൻ നാസ്. ല ഖൽഖുസ് സമാവാതി, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാവും. ല ഖൽഖുസ് സമാവാതി വൽ അർളി അക്ബറു മിൻ ഖൽഖിൻ നാസ്. എന്താ അർത്ഥം? ആകാശഭൂമികളെ സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലുത്. മിൻ ഖൽഖിൻ നാസ്, ജനങ്ങളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തത്, പ്രപഞ്ചം എന്താണെന്നൊന്നും തിരിഞ്ഞിട്ടില്ല. എവിടെയൊക്കെ ഏതൊക്കെ രാജ്യങ്ങൾ എന്തൊക്കെ ഉള്ളത്, ഏതൊക്കെ സ്ഥലങ്ങളാണ്, ഒന്നൊന്നും കണ്ടെത്തിയിട്ടില്ല. അതിലുള്ള ഒരു പുഴുവിനേക്കാളും അത്രയും ഇല്ലാത്തൊരു കൊച്ചു ജീവിയായ മനുഷ്യ അഹങ്കാരത്തിൻ്റെ ഗരിമയിൽ കയറി എന്നിട്ട് പറയാണ്, ഞാൻ എല്ലായിടത്തും തെരഞ്ഞു, ദൈവത്തെ ഞാൻ ഒന്നും കണ്ടില്ല. അപ്പൊ പടച്ചറബ് പറയാണ്, ല ഖൽഖുസ് സമാവാതി വൽ അർളി, ബ്രഹ്മാണ്ഡ കടാഹം മുഴുവൻ, പ്രപഞ്ചത്തെ ഒന്നാകെ സൃഷ്ടിക്കൽ തന്നെയാണ് അക്ബറു, ഏറ്റവും വലുത്, മിൻ ഖൽഖിൻ നാസ്, ഇവിടെയുള്ള ജനകോടികൾ മുഴുവൻ സൃഷ്ടിക്കുക എന്നുള്ളതിനേക്കാളും ഏറ്റവും കടുപ്പപ്പെട്ട സൃഷ്ടിപ്പ് ഏതന്നെയാണ്? പ്രപഞ്ചത്തെ സൃഷ്ടിക്കലാണ്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും വിവരമില്ലാത്തവരാണ്, പടുവിഡ്ഢികളാണ്, ചിന്തിക്കൂല്ല, ഒന്നുമില്ല. അവരങ്ങനെ തിന്നുന്നു, ഉറങ്ങുന്നു, കുടിക്കുന്നു, സുഖിക്കുന്നു, രമിക്കുന്നു, ജീവൻ പോകുന്നു. കാരണം എന്താണെന്ന് ചിന്തിക്കുന്നൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കാൻ അനുവദിക്കാതിരിക്കാൻ ഇവിടെ ലോകത്ത് ഒരുപാട് പൈശാചികമായ കാര്യങ്ങൾ മനുഷ്യനിങ്ങനെ ഇട്ട് കൊടുക്കണമുണ്ട്. ഒരു മനുഷ്യനും നല്ലൊരു കാര്യം ചിന്തിക്കരുത് എന്നുള്ള നിലക്കാണല്ലോ ഇവിടെ എല്ലാ കാര്യങ്ങളും ദിനേന വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും സമയങ്ങൾ ഒരു നല്ല കാര്യത്തിലേക്ക് ചിന്തിക്കുന്നത് പോയിട്ട് ഒരു നല്ല കാര്യം ചെയ്യാൻ പോലും നമുക്ക് ഭയങ്കര തിരക്കാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ്? ദുന്യാവിൽ ഇവിടെ നമുക്കതിനെ തടസ്സമാക്കി ഉണ്ടാക്കിയിട്ടിട്ടുള്ള ഒരുപാട് നൂലാമാലകളുണ്ട്. നമ്മൾ അതിലാണ്ട് ഉടക്കി നിർത്തിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേറൊന്നിനും സമയമില്ല. മണിക്കൂർ കണക്കിനാണ് നമ്മൾ ന്യൂസ് കേൾക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. അത് കേട്ടില്ലെങ്കിൽ ഇന്ന് എന്തോ സംഭവിക്കും എന്നുള്ള മട്ടില്ല. ഇന്നത്തെ ന്യൂസ്, ആ ന്യൂസ് അവർ ഫുള്ളാണ് കേട്ടില്ലെങ്കിൽ എന്താ, അതന്നെ രാവിലത്തത്, ഉച്ചവാർത്ത, വൈകുന്നേര വാർത്ത, പാതിരാ വാർത്ത ഒക്കെ കേൾക്കണം. അത് കേട്ടില്ലെങ്കിൽ എന്തോ ഭയങ്കരമായി ഞാൻ എന്തോ ഇവിടെ സംഭവങ്ങളൊന്നും നടക്കൂല, ഞാനത് കേട്ടില്ലെങ്കിൽ എന്നുള്ള മട്ടില്ല. പത്രം വരുത്തണോനോ വരിച്ച് പെറുക്കുകയാണ്. ഇതൊക്കെ അനാവശ്യം. നമുക്കൊക്കെ ഒരു തോന്നലുണ്ട്, നമ്മളിതൊന്നും അറിഞ്ഞില്ലെങ്കിൽ ലോകവിവരം കിട്ടണ്ടേ. എന്താ ലോകവിവരം? കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മുടെ എത്ര നല്ല കാര്യങ്ങളാണ് പോകുന്നത്. നമുക്ക് സമയമില്ല. ഖുർആൻ ഓതാൻ സമയമുണ്ടോ? ഇന്ന് ഓരോരുത്തർ, ഞാൻ എന്നോട് ചോദിക്കും, നിങ്ങളോട് ചോദിക്കും, ഇന്ന് എത്ര പേജ് ഖുർആൻ ഓതി? ഇത് മാനവ സമൂഹത്തിന്റെ മാർഗദർശനത്തിന് വേണ്ടി അള്ളാഹു ഇറക്കിയ ഖുർആനാ. ചിന്തിക്ക്, ഓരോരുത്തരും ചോദിക്ക്, ഇന്നത്തെ ദിവസം ഞാൻ എത്ര ഖുർആൻ ഓതി? ഇന്നലെ എത്ര ഓതി? ഈ നാളെ എത്ര ഓതും? വല്ലാഹി 2 അക്കത്തിലേക്ക് എത്തുന്ന ആരും ഉണ്ടാവില്ല. ഇല്ലാമൻ റഹിമഹുല്ലാ, അള്ളാഹിൻ്റെ തൗഫീഖ് കിട്ടിയവരുമ്പോൾ, തൗഫീഖ് റഹിമത്ത് കിട്ടിയവരൊക്കെ ഒരു ഒഴിവുണ്ടാവും. 10 പേജൊക്കെ ഓതിയവരുണ്ടാവും. ആലോചിച്ചു നോക്ക്, എന്തേ നമ്മുടെ സമയം എവിടെ പോയത്? അതാ ഞാൻ പറയുന്നത്, എവിടുക്കാ നമ്മുടെ സമയം പോയത്? നമ്മുടെ സമയം അനാവശ്യങ്ങളിൽ ചെലവഴിക്കുന്നു. സമയമില്ലായ്മയല്ല. ആകാശഭൂമികളെ സൃഷ്ടിപ്പിച്ച ആള് മുതൽ അന്ന് തൊട്ട് ഇന്ന് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെന്ത്? 12 മാസങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ സമയമൊന്നും കുറവില്ല. 12 മാസമുണ്ട്, ഒരു കൊല്ലുണ്ട്, 365 ദിവസമുണ്ട്, ദിവസം 24 മണിക്കൂറും ഉണ്ട്. ഇവിടെ സമയമൊന്നും പോയിട്ടില്ല. പക്ഷെ എന്താ നമുക്കൊന്നിനും സമയമില്ലാത്ത? അനാവശ്യമായ ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ ഉടക്കിട്ടിരിക്കുകയാണ്. അതിൽ കോമഡികളുണ്ട്, സിനിമകളുണ്ട്, സീരിയലുകളുണ്ട്, സംഗീതങ്ങളുണ്ട്, തമാശകളുണ്ട്, ചിരിപ്പിക്കലുകളുണ്ട്, പലതും ഉണ്ട്. അതിലേക്ക് നമ്മളെ സമയമാണ് പോയി.
വേണ്ടതിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. എന്താ അവിടെ അള്ളാഹു പറയുന്നത്? വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും അറിയാത്തവരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തഫ്സീർ എന്താ അറിയോ? അറിയേണ്ടത് അറിയാത്തവരാണ് എന്നാ. അത് പഠിച്ചു നോക്കണം. ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും അറിയാത്തവരാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ തഫ്സീർ എന്താ? അറിഞ്ഞിരിക്കേണ്ടത് അറിയാത്തവരാണ്. അത് ഒരുപാട് ചവറ് നമുക്കറിവുണ്ട്. നമുക്ക് എന്തെല്ലാം ചവറുകളെ കുറിച്ച് ചോദിച്ചാൽ മണിമണിയായിട്ട് നമ്മളാണ് പറയും. ഒന്നും ആവശ്യമുള്ളതാവില്ല, ചവറ. വേണ്ടതിനെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്കിയേ, ഒരക്ഷരം അറിയില്ല, വായും പൊളിച്ചങ്ങനെ നിൽക്കും നമ്മൾ. അതാ പറയുന്നത് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. ജനങ്ങളിൽ മഹാഭൂരിഭാഗവും എന്ത് ചെയ്യുന്നില്ല? അറിയേണ്ടത് അറിയുന്നില്ല. അതാണ് നമ്മുടെ തകരാറ്. ഇനിയും സൂറത്തുൽ അഹ്ഖാഫിലെ 33-ാമത്തെ ആയത്ത്, അവലം യറൗ, അവർ കാണുന്നില്ലേ, അന്നല്ലാഹല്ലദീ ഖലഖസ്സമാവാതി വൽ അർള, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചവനല്ലേ. വലം യഅയ ബി ഖൽഖിഹിന്ന, അവയൊന്നും പടച്ചിട്ട് അള്ളാഹ്ക്ക് ഒരു ക്ഷീണവും പിടിച്ചിട്ടില്ല. അള്ളാഹ്ക്ക് അവരെ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് കൊണ്ട് ഒരു ക്ഷീണവും ഒരു തളർച്ചയും ബാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള അള്ളാഹുവിനെ കുറിച്ച് റബ്ബ് ചോദിക്കേണ്, ബി ഖാദിരിൻ, അവൻ കഴിവുള്ളവനല്ലയോ, അലാ അൻ യുഹയ്യൽ മൗതാ, മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനല്ലയോ. അള്ളാഹ് മറുപടി പറയാണ്, ബലാ, അതെ, ഇന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ തന്നെ. സൂറത്തുൽ അഹ്ഖാഫ് 33-ാമത്തെ ആയത്ത്. അപ്പൊ നോക്കൂ സഹോദരന്മാരെ, റഹ്മാനായ റബ്ബ് അവലൈസല്ലദീ, അതാ റബ്ബ് ചോദിക്കുന്നത്, അവലൈസല്ലദീ ഖലഖസ്സമാവാതി വൽ അർള. അങ്ങനെ അർത്ഥം പറയേണ്ടത്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ അല്ലയോ, ബിഖാദിരിൻ, കഴിവുള്ളവനല്ലയോ. എന്തിന്? അലാ അൻ യഖ്ലുഖ, പടക്കുവാൻ, സൃഷ്ടിക്കുവാൻ, മിസ്ലഹും, അവരെ പോലെ അങ്ങോട്ട് പടച്ചു കൊണ്ടുവരാൻ. എന്താ അങ്ങനെ പറഞ്ഞത്? അവരെ പടക്കാൻ എന്ന് പറയാതെ അവരെ പോലെ എന്ന് പറയാൻ എന്താ കാരണം? ചിന്തിക്കണം നമ്മൾ. ഇവിടെ മരണത്തോടു കൂടെ എന്താ സംഭവിക്കുന്നത്? നാശം സംഭവിക്കുന്നത് റൂഹിനോ ജസദിനോ? ജസദിനാണ്. നമ്മളെ ബോഡി മണ്ണിൽ ലയിച്ചു, ബോഡി നശിച്ചുപോയി. ഞാൻ ബോഡി ഇവിടെ അല്ല. ആത്മാവിന് മരണമില്ല. ആത്മാവ് ആത്മാവിൻ്റെതായ കേന്ദ്രത്തിലേക്ക് നീക്കപ്പെട്ടു. ഇനി മഹ്ശറിലേക്ക് വീണ്ടും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് റൂഹിനെ ഇങ്ങോട്ട് കൊണ്ടുവരും, പുതിയ ഒരു ബോഡിയിലേക്ക്. അതാ മിസില അവിടെ പടക്കണത്. പണ്ടുള്ളത് കഴിഞ്ഞു, ഇനി അതേ മോഡലിൽ ഒരു വ്യത്യാസം കൂടാതെ അവനോട് കൊണ്ടുവരും. അതാ പുതുമ. അതാ വിശുദ്ധ ഖുർആൻ ചോദിച്ചതും, അള്ളാഹ്ക്ക് കഴിവില്ലേ, അലാ അന്നുസവ്വിയ ബനാന, അലാ അന്നുസവ്വിയ ബനാന. എന്താ ബനാനഹു എന്ന് പറഞ്ഞാൽ? അവന്റെ വിരൽ തുഞ്ചങ്ങൾ. കോടാനുകോടി മനുഷ്യന്മാര് ലോകത്തുണ്ട്. ഇന്ന് ജീവിക്കുന്ന 600-700 കോടി ജനങ്ങൾ, ഇപ്പൊ ഹയാത്തിലുള്ളവര്, കഴിഞ്ഞു പോയതൊക്കെ നോക്കിക്കോ, അതിൻ്റെയൊക്കെ കോടികൾ കൂട്ടിക്കോ. ആകാശ ലോകത്തിന്റെ മാനവ സമൂഹത്തിന്റെ ആദം അലൈഹിസ്സലാം എന്ന മനുഷ്യന്റെ സൃഷ്ടിപ്പ് തുടങ്ങിയത് മുതൽ ഇനി ഖിയാമത്ത് നാള് സംഭവിക്കുന്നതിനിടയ്ക്ക് ഇവിടെ ജനിക്കാൻ പോകുന്ന ഏതൊരു സ്ത്രീ പുരുഷനുണ്ടോ, എല്ലാവരുടെയും വിരൽ തുഞ്ചം തമ്പ് വ്യത്യാസമുണ്ടാകും. ഇവിടെ ഇപ്പം ഇരിക്കണ എത്ര പേരുണ്ട്? നമ്മളൊക്കെ തമ്പ് ഒപ്പ് വെക്കണതിന് പകരം തമ്പ് വെപ്പിക്കുന്ന എന്തുകൊണ്ടാ? കള്ളൊപ്പിടാൻ പറ്റും, ഇത് സമാവൂല. നമുക്ക് കാണുമ്പോൾ ഒക്കെ സമയമായിരിക്കും, കുറേ വരെ ഇങ്ങനെ ഉണ്ട്. പക്ഷെ അതിനെ സ്പെസിഫൈ ചെയ്ത് കൃത്യമായിട്ടാണ് പരിശോധിച്ചാൽ എൻ്റെ പോലെയല്ല നിങ്ങളുടെ പോലെയല്ല ലോകത്ത് ഒരാളുടെ ഒക്കെ വ്യത്യാസമാണ്. സുബ്ഹാനല്ലാഹ്. ഇനി ഇതിന് സുബ്ഹാനല്ലാഹ് പറഞ്ഞില്ലെങ്കിൽ എന്തിനാ പറയാ? ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടല്ലേ കൊലപാതകം തെളിയിക്കാൻ ഫോറൻസിക് വിദഗ്ധന്മാര് കുറ്റവാളി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള അവൻ്റെ കൈവിരൽ അടയാളം ഒരു പൊടി അയിമണ് വെതറിയിട്ട്, ഫോണാണോ അയാൾ പിടിച്ച ഫോണുമ്മലൊരു പൊടിയാണ് വെതറിയിട്ട് ബ്രഷ് കൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് അവൻ ലെൻസിൽ വെച്ചാണ് നോക്കേണ്. വിരലടയാളം അങ്ങോട്ട് കിട്ടി, അയിമ പിടിച്ചു, മറ്റോനെ കുറ്റവാളിനെ പിടിച്ചു.
ഈ ഭൂമിയിൽ ഒരാൾക്കുള്ള വിരലടയാളത്തിന് സമാനമായ മറ്റൊരു വിരലടയാളം ഒരൊറ്റ കുട്ടിക്കുമില്ല. ഒക്കെ വേറെ 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 ഏറെയാണ്. സുബ്ഹാനല്ലാഹ്, റബ്ബ് എത്രയാണ് കഴിവുള്ളവനാണ്. വഹുവൽ ഖല്ലാഖ്, വഹുവൽ ഖല്ലാഖ്. അവൻ സൃഷ്ടിച്ച അളവുണ്ട് എത്രയെന്ന് കണക്കില്ല, സൃഷ്ടിക്കുന്ന വിധം. കമ്മൻ വ കൈഫന്ന മുഫസ്സിരീങ്ങൾ അവിടെ പറഞ്ഞത് വഹുവൽ ഖല്ലാഖ് എന്ന് പറഞ്ഞാൽ ഐ കമ്മൻ വ കൈഫൻ. കം കമ്മിയത്ത് അതിൻ്റെ അളവ്, കൈഫിയത്ത് അതിൻ്റെ രൂപം, മോഡൽ എല്ലാം ആരാ കൊടുത്തത്? അവനാ. ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ. മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിങ്ങൾക്ക് മോഡൽ നൽകിയവൻ അവൻ മാത്രമാണ്. എപ്രകാരമാണെന്ന് അവൻ ഉദ്ദേശിച്ചതുപോലെയാണ് ഉമ്മമാരുടെ ഗർഭാശയങ്ങളിൽ നിങ്ങൾക്ക് രൂപമുണ്ടായത്. നമ്മൾ വിചാരിച്ച മോഡലിലല്ലല്ലോ നമ്മൾ ജനിച്ചത്. നമ്മളാരും വിചാരിച്ച മോഡലിലല്ല നമ്മൾ പ്രസവിക്കപ്പെട്ടത്. അതാണ് ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാഊൻ. അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രകാരമല്ല. അങ്ങനെ നമ്മളാണ് ഉണ്ടായത്. എത്രയോ അള്ളാഹുടെ കഴിവ്. എന്നിട്ട് ആ അള്ളാഹിനെ ചോദ്യം ചെയ്യുകയാണ് ഞാൻ. ആ അള്ളാഹിനെ ഞാൻ ചോദ്യം ചെയ്യുകയാണ്. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, അവൻ വഹുവൽ ഖല്ലാഖ്, അവന് എപ്രകാരം എല്ലാം അവന് പടക്കാൻ കഴിവുണ്ട്. അലാ അൻ യഖ്ലുഖ മിസ്ലഹും, അവരെ പോലെ തന്നെ പടക്കുവാൻ. അവരുടെ മിസില്, അവരുടെ പോലെ. നമ്മളൊക്കെ ഖബറിൽ മണ്ണായി പോയാലും വീണ്ടും പഴയ പോലെ തന്നെ ഇങ്ങോട്ട് വരിക. ഒരു വ്യത്യാസം ഉണ്ടാവില്ല, ഡ്രസ്സ് ഉണ്ടാവില്ല, ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടും ഉണ്ടാവില്ല, കാലിൽ ചെരുപ്പും ഉണ്ടാവില്ല. 3 പ്രത്യേകത നബിതങ്ങൾ പറഞ്ഞതാ. യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഗുർലാ. ഹദീസാണ്. യുഹ്ശറുന്നാസു, ജനങ്ങൾ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. അന്ത്യനാളിൽ മനുഷ്യകോടികൾ മുഴുവനും മഹ്ശറിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഹുഫാതൻ, പാദരക്ഷ ധരിച്ചവരല്ലാത്ത നിലയിൽ, കാലിൽ ചെരിപ്പില്ല. ഉറാതൻ, നഗ്നന്മാരാണ്, വസ്ത്രമില്ല. ആണും പെണ്ണൊന്നും തുണിയില്ല, വസ്ത്രമല്ല. ഗുർല, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത നിലയിലുമായിരിക്കും. അല്ലാഹ് ചോദിക്കുന്നത് അഫഅഈനാ ബിൽ ഖൽഖിൽ അവ്വലി, അഫഅഈനാ ബിൽ ഖൽഖിൽ അവ്വലി. അവരെ ആദ്യം പടക്കുവാൻ നമുക്ക് വല്ല പ്രയാസവും ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ അവരെ വീണ്ടും കൊണ്ടുവരാൻ എനിക്കെന്ത് പ്രയാസമാണിടോ? എത്ര സ്ഥലത്താ അല്ലാഹ് ചോദിക്കണമെന്നറിയാം. അതൊന്നൊരു വിഷയമല്ല, അന്നൊരു വിഷയമല്ല. പടച്ചോനതിന് കഴിയും. വഹുവൽ ഖല്ലാഖ്, ബലാതെ. വഹുവ, കഴിവുള്ളവനല്ലയോ അവൻ. ബലാ, എന്താ ഉത്തരം? അതെ. വഹുവ, അവനാരാണ്? അൽ ഖല്ലാഖ്, എല്ലാം പടക്കുന്നവനാണ്, ധാരാളം പടക്കുന്നവനാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് പടക്കുന്നതിന് അളവുമില്ല, പടക്കുന്ന രൂപവും നമുക്കറിയില്ല. എന്തും എങ്ങനെയും എത്രയും എങ്ങനെയും പടക്കുന്നവനാണ് അവൻ. അതാണ് കമ്മൻ വ കൈഫൻ എന്ന് പറഞ്ഞത്. അൽ അലീം, അവനെല്ലാം നന്നായി അറിയുന്നവനുമാണ്. അവനതൊക്കെ അറിവുണ്ട്. ഇന്നമാ അംറുഹു, ഇനിയും അവൻ്റെ കഴിവ് നോക്ക്. ഇന്നമാ അംറുഹു, തീർച്ചയായും അവൻ്റെ കാര്യം, അല്ലെങ്കിൽ അവൻ്റെ കൽപ്പന. അമ്ര എന്ന് പറഞ്ഞാൽ കൽപ്പന എന്നുണ്ട്, കാര്യങ്ങൾ എന്നുണ്ട്, രണ്ടും യോജിക്കും. തീർച്ചയായും അവൻ്റെ കൽപ്പന അല്ലെങ്കിൽ അവൻ്റെ കാര്യം എത്ര മാത്രമേയുള്ളൂ. ഇദാ അറാദ ശൈആ, അവൻ വല്ലതും ഉദ്ദേശിച്ചാൽ, വല്ലതും ഇവിടെ ഉണ്ടാകണമെന്നോ. ഇദാ അറാദ ശൈഅൻ അൻ യഖ്ലുഖ ഔ അൻ യുഅദിമ, ഒരു കാര്യം ഈജാദൻ ഔ ഇഅദാമൻ, ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണമെന്നോ ഇല്ലാതാവണമെന്നോ ഉദ്ദേശിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം എന്തേ വേണ്ടൂ? അൻ യഖൂല ലഹു, അതിനോട് പറയുകയേ വേണ്ടൂ. അൻ യഖൂല ലഹു, അതിനോട് പറയുകയേ വേണ്ടൂ. എന്തേ പറയേണ്ടു? കുൻ, കുന്ന് പറയേണ്ട താമസം.
കുൻ കാനയുടെ അമ്രാണ് കുൻ. കാന എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഉണ്ടായി. കാനക്ക് പല അർത്ഥമുണ്ട്. ഇവിടെ കാന എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഉണ്ടായി. കുൻ നീ ഉണ്ടാവുക, കുൻ നീ ഉണ്ടാവുക. കാന ആയിത്തീർന്നു എന്നും അർത്ഥമുണ്ട്. ഇപ്പൊ കുൻ നീ ആയിത്തീരുക എന്നും അർത്ഥം. അള്ളാഹു വല്ല കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കുവാൻ ഉദ്ദേശിച്ചാൽ എത്രമാത്രമേ വേണ്ടൂ, അയ്യഖൂല ലഹു കുൻ, കുൻ എന്ന് പറയേണ്ട താമസം ഫയകൂനു, അപ്പോൾ അതുണ്ടാകും. ഫ അപ്പോൾ യകൂനു, കാന യകൂനു, അതെന്താവും? ഉണ്ടായിട്ട്. അങ്ങനെ പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ കുന്ന് പറയണം എന്നതിൻ്റെ അർത്ഥം ഉണ്ടോ? പിന്നെ എന്തിനത് പറയണ അറിയോ? അത്ര സഡനാണ്. അവനൊരു കാര്യം വിചാരിച്ചാൽ അതിന് മുമ്പിൽ ഒരു തടസ്സമല്ല എന്ന് പറയാനത്. അല്ലെങ്കിൽ ഇവിടെ അള്ളാഹു താല ഇവിടെ എല്ലാ കാര്യങ്ങളെയും കുന്ന് പറഞ്ഞിട്ടുണ്ടാക്കി എന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഈ ലോകത്ത് എന്തല്ല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കുന്നാണ് പറഞ്ഞപ്പോൾ അപ്പാനുണ്ടായതായി എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? തെറ്റിദ്ധരിക്കരുത്. കാരണം എന്താ? പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അവൻ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് 6 ദിവസം കൊണ്ടാണ്. എത്ര ദിവസം കൊണ്ട്? ഫീ സിത്തത്തി അയ്യാമിൻ, 6 ദിവസങ്ങൾ കൊണ്ടാണ് അവൻ ആകാശഭൂമികളെ സൃഷ്ടിച്ചത്. അപ്പൊ 6 ദിവസം കൊണ്ട് പിന്നെ കുൻ ഇവിടെ പറയുന്നത് ആ കുൻ പറഞ്ഞാൽ മതി ഇതില്. അപ്പൊ അതിന്റെ അർത്ഥം അതല്ല. അള്ളാഹുവിന്റെ കഴിവ് നമ്മളോട് പറയാണ്, അവനൊരു കാര്യം ഉണ്ടാവണം എന്ന് ഉദ്ദേശിച്ചാൽ അവൻ എത്രേ വേണ്ടു, ഇത്രേ വേണ്ടു, അതുണ്ടെന്ന് പറയേണ്ടു. അപ്പോഴേക്ക് താമസം അത് ഉണ്ടാവും. പിന്നെ അള്ളാഹു ചിലതും പലതും ഓരോന്നിനും കുറേ താമസം എടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് റഹ്മാനായ റബ്ബിന് അതിന് ഓരോ തീരുമാനങ്ങളുണ്ട്, എപ്പോൾ ഉണ്ടാവണം, എത്ര കാലം കൊണ്ടുണ്ടാക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ആവശ്യമില്ല, വിചാരിക്കേ വേണ്ടു, അത് അവിടെ നടക്കും. ഇതാണ് അള്ളാഹ്. പിന്നെ അങ്ങനത്തെ അള്ളാഹുവിന് നിങ്ങളെ വീണ്ടും ഹയാത്താക്കാൻ വല്ല പ്രയാസവും അവർക്കൊക്കെ കൊണ്ടുപോകണം. എല്ലാത്തിനും മറുപടി അതാണ്. ഇന്നമാ അംറുഹു, തീർച്ചയായും അവന്റെ കാര്യം ഒന്ന് മാത്രമാണ്. ഏതാണ് ആ ഒന്ന് മാത്രമാണ് എന്നുള്ള അർത്ഥം കിട്ടുന്നത്? ഇന്നമാന്ന് തുടങ്ങിയതുകൊണ്ട് കേട്ടോ. ഇന്നമാന്ന് തുടങ്ങിയതുകൊണ്ട് ഭാഷയിൽ അതിൻ്റെ അർത്ഥം എന്താണ്? മാത്രമേ വേണ്ടൂ എന്നാണ്. അംറുഹു അവന്റെ കാര്യം, ഇദാ അറാദ അവൻ ഉദ്ദേശിച്ചാൽ, ശൈഅൻ വല്ല കാര്യവും. ഷൈ എന്ന് പറഞ്ഞാൽ അത് എന്തുമാവാം, എന്തെങ്കിലും ഒരു കാര്യം അവൻ ഉദ്ദേശിച്ചാൽ എത്ര മാത്രമേ വേണ്ടൂ, അയ്യഖൂല ലഹു അതിനോട് പറയുകയേ വേണ്ടൂ, പറയുക മാത്രം മതി. കുൻ, കുൻ എന്ന് പറയപ്പോ എത്ര സെക്കൻഡ്? കുൻ ബൈന കാഫിൻ വനൂൻ എന്നാണ് അള്ളാഹുവിന്റെ കാര്യം. കാഫിന്റെ നൂനിന്റെ ഇടക്കാണ്. അത്ര സ്പീഡിൽ എല്ലാം പടം നടക്കും. ഫയകൂനു, അങ്ങനെ അത് എന്ത് ചെയ്യുന്നു? ഉണ്ടായിത്തീരുന്നു. ഇതൊക്കെ അള്ളാഹിന്റെ മാത്രം പ്രത്യേകതയാണ്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള സൂഫികൾ, ഖുറാഫികൾ, അന്ധവിശ്വാസികൾ, സമസ്തക്കാര്, സുന്നികൾ എന്ന് വെറുതെ പറയുന്ന ആളുകൾ, അവരുടെയൊക്കെ വിശ്വാസം ഔലിയാക്കന്മാർക്ക് ഈ കഴിവൊക്കെ ഉണ്ട് എന്നാണ്. ഔലിയാക്കന്മാർക്ക് ഈ കഴിവൊക്കെ ഉണ്ട്. ഏത്? അവർ പറയുന്ന ഔലിയാക്കന്മാർക്ക് അള്ളാഹിൻ്റെ കഴിവൊക്കെ അവർക്കും ഉണ്ട് എന്നാണ്. ഏത് കഴിവ്? കുന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരൊരു വസ്തുവിനെ നോക്കിയിട്ട് കുന്ന് പറഞ്ഞാൽ മതി, അപ്പം ഉണ്ടാവുന്നു. വേണ്ടിയിട്ട് വല്ലോരു വസ്തുവേ നോക്കൂകിൽ വേണ്ടിയ വണ്ണം അതാക്കും അതെന്നോവർ. നമ്മുടെ നാട്ടിലുള്ള മാലപ്പാട്ടിലുള്ള ഒരു വരിയാണ്. വേണ്ടിയിട്ട് വല്ലൊരു വസ്തുവിനെ നോക്കുകിൽ വേണ്ടിയ വണ്ണം അതാക്കും അതെന്നോവർ. എനിക്കിപ്പോൾ ഒരു കാര്യം അവിടെ ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിച്ച സ്ഥലത്തുകാരൻ നോക്കിയാൽ മതി, അത് അവിടെ ഉണ്ടാവുന്നു. പിന്നെയോ, പിന്നെ അവരെ പാള കിതാബുകളിൽ എഴുതി വെച്ചതിന് കയ്യും കണക്കുമെന്നത് പറയണമെങ്കിൽ നേരം പുലർന്നു പോകും. ഇത്ര മണിക്കൂറുകളോളം പറയാണ്ട് അവരെഴുതി വെച്ചിട്ടുള്ള ശിർക്കൻ വാചകങ്ങൾ. അവരും പറയണത് തന്നെയാണ്, ഈ പ്രപഞ്ചം ഒട്ടാകെ നിയന്ത്രിക്കുന്നത് അവരാണ്. ആകാശഭൂമികളും അർശും എല്ലാം അവരാണ് നിയന്ത്രിക്കുന്നത് എന്നാണ് അവരെഴുതി വെച്ചത്. ഖാന ശൈഖ് അബ്ദുൽ അസീസ് യഖൂൽ, ഒരു ഔലിയ എന്ന് പറയണോ പറയണേ, ഒരു സൂഫി പറയാണ്, ഇന്ന തസ്രീഫി, എൻ്റെ നിയന്ത്രണം, എൻ്റെ അധികാരം, യസിലു ഹത്താ ഇലൽ ജിനാൻ, സ്വർഗം വരെ ഞാനാണ് നിയന്ത്രിക്കുന്നത്. വൈനൽ ഹൂറ, സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങളായ പെണ്ണുങ്ങൾ, ലാ യഫ്അൽന ശൈഅൻ ഇല്ലാ ബി അംരി മിന്നി, എൻ്റെ ഓർഡർ ഇല്ലാതെ അവരൊന്നും ചെയ്യൂല. അള്ളാഹിൻ്റെ അർശ് മുതൽ എല്ലാം ഞാനാണ് നിയന്ത്രിക്കുന്നത്. മടവൂര് പറയുന്നു, സി എം മടവൂര്, അയാളും അതന്നെ പറഞ്ഞതെന്നാണ് പറയുന്നത്.
ഞാനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. കേരളത്തിൻ്റെ കാര്യമായി പറയണത് കേട്ടോ. ഇത് അങ്ങ് വേറെ ഉഗാണ്ടയുടെ കാര്യമൊന്നുമല്ല. എന്തിനാ ഞങ്ങളോട് പറയേണ്ടി വരുമോ? നിങ്ങളൊക്കെ കേരളീയരാണ്. പലർക്കും ഉണ്ടൊരു ധാരണ, ഈ സ്റ്റേജുമ്മ കയറിയിട്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയണതിനാണ്. ചിലരുടെയൊക്കെ ധാരണ ശിർക്കിനെ എതിർത്താൽ കുറ്റം പറയലാണ്. നല്ല വയല് പറഞ്ഞൂടെ? ഇതിനെ ചീത്ത പറയുമ്പോൾ, ഇതിനെ കുറ്റം പറയണ്, ഇതിനെ വിമർശിക്കണ്. അവരോടാണ് ഞാൻ പറയണത്, ആരെങ്കിലും അങ്ങനെ ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം വിമർശനമാണ്, നിഷേധിച്ചിട്ട് പിന്നുള്ളതാണ് സ്ഥാപിക്കലാണ് ഇസ്ലാം. എന്താ കലിമ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അതിൻ്റെ ഒന്നാം പാർട്ട്? ലാ ഇലാഹ. എന്താ അർത്ഥം? ഒരു ഇലാഹു ഇല്ല, ഒരു ഇലാഹു ഇല്ലാന്ന്. ഇവിടെ റബ്ബല്ലാത്ത പൂജിക്കപ്പെടുന്ന എല്ലാത്തിനെയും ആദ്യം എതിർക്കാണ്, സമ്മതിക്കൂല. ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹ് ഒഴികെ. അതാ തൗഹീദ്. അപ്പം തൗഹീദ് പറയുമ്പോൾ ശിർക്ക് പറയേണ്ടി വരും. തൗഹീദ് എന്താന്ന് ജനങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ശിർക്ക് എന്താന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പം അത് കേൾക്കണോന് വേദനിക്കും. ഓൻ്റെ വാപ്പാനെയും ഉമ്മാനെ കുടുംബത്തെ തെറി പറഞ്ഞിട്ടൊന്നുമല്ല ഓന് വേദനിക്കണത്. പാരമ്പര്യമായിട്ട് അവൻ കൊണ്ട് നടക്കുന്ന വിശ്വാസങ്ങളെ, ആചാരങ്ങളെ തൊടുന്നവരെയൊക്കെ അവന് വെറുപ്പിരിക്കും. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ 40 കൊല്ലം മക്കക്കാർ വിളിച്ച സുന്ദരമായൊരു പേരുണ്ടായിരുന്നു. എന്താ? അൽ അമീൻ. എന്താ അർത്ഥം? വിശ്വസ്തൻ, സത്യസന്ധൻ. എന്തൊരു സ്നേഹമായിരുന്നു മുത്തുനബിയോട് അവർക്ക്. അന്ന് നബി ആയിട്ടില്ല. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അതോടുകൂടെ പിന്നെ അവർ വിളിച്ച പേരെന്തൊക്കെയായിരുന്നു? മജ്നൂൻ, സാഹിർ, ഷായിർ, കാഹിന്, അതേപോലെ തന്നെ വിവരമില്ലാത്തവൻ, എല്ലാം പറഞ്ഞു. ഞങ്ങളുടെ നാട്ടുകാരെ നീ ഭിന്നിപ്പിച്ചു എന്നും പറഞ്ഞു. ഞങ്ങളുടെ കാക്കകാരണവന്മാരായി ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിച്ചു വരുന്ന ദൈവങ്ങളെ നീ ചീത്ത വിളിച്ചു എന്നും പറഞ്ഞു. ഇതൊന്നും നബി ചെയ്തിട്ടില്ല. അള്ളാന്റെ റസൂൽ അവരുടെ ഒരു ദൈവത്തെയും ചീത്ത പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് പറഞ്ഞു, നിങ്ങളുടെ ദൈവങ്ങൾ കേൾക്കൂല, പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യൂല. അത് അവർക്ക് എന്തായിട്ട് തോന്നി? ചീത്തയായിട്ട് തോന്നി. ഇതന്നെ നമുക്കുള്ള പ്രശ്നം. മടവൂരാവട്ടെ, മൊഹീദ്ദീൻ ശൈഖാവട്ടെ, ബദരീങ്ങള ആരാവട്ടെ, അവരെ ഒന്നും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ജനങ്ങളെ, അവർക്കൊന്നും നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യാനോ സഹായിക്കാനോ കഴിയൂല. ഇതേ പറഞ്ഞുള്ളൂ. അപ്പൊ അത് ബദരീങ്ങളെ ചീത്ത പറയലായി, ഔലിയാക്കന്മാരെ ചീത്ത പറയലായി. എന്തപ്പതിന് നിവൃത്തി? ഒരു നിവൃത്തിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മഹാന്മാരായ ഒരൊറ്റ പ്രവാചകന്മാരും 99% നബിമാരും അവർ ജനിച്ച നാട്ടിൽ മരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. എന്താ കാരണം? നാട്ടുകാർ പുറത്താക്കി, അല്ലെങ്കിൽ കൊന്നു. നാട്ടുകാർ ഒന്നുകിൽ നാട്ടിൽ നിന്ന് നാട്ടി ഓടിച്ചു, അല്ലെങ്കിൽ കൊന്നുകളഞ്ഞു. എന്താ അവർ ചെയ്ത തെറ്റ്? എന്താ അവർ ചെയ്ത തെറ്റ്? അവരാരുടെയെങ്കിലും വീട്ടിൽ കയറി മോഷണം നടത്തിയോ? എന്തെങ്കിലും തെറ്റ് അവർ ചെയ്തോ ആ നാട്ടിൽ? ഇല്ല. അവർ പാരമ്പര്യമായി വിശ്വസിച്ചു പോരുന്ന ശിർക്കിനെതിരെ അരുതേ എന്ന് പറഞ്ഞു. പാടില്ല, അരുത്. പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, മറ്റേത് പാടില്ല, നിങ്ങൾ നരകത്ത് പോകുമെന്ന് പറഞ്ഞു. അതവർക്ക് സഹിക്കാൻ പറ്റിയില്ല. കല്ലെറിഞ്ഞു, കൊന്നു, പുറത്താക്കി, അടിച്ചു, തൊഴിച്ചു, വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. നമ്മൾ സുഖിയന്മാരായിട്ട് ഇങ്ങനെ നടക്കുക. നമുക്ക് കല്ലേറും കിട്ടണില്ല, കൂക്കുവിളിയില്ല, കൊല്ലാനും വരുന്നില്ല, നാട്ടിൽ നിന്നും പുറത്താക്കണില്ല. കാരണം എന്തേ? നമ്മളതിനെന്തെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ? ആരെങ്കിലും ഒന്ന് മീശ പിരിച്ച് വച്ചുണ്ടാക്കിയ പിന്നെ ഞാൻ എലിക്കുട്ടിയായി, പിന്നെ ഞാൻ നല്ല കുട്ടിയാ. ഒന്നും ഉണ്ടണ്ട, ചെയ്യണവർ ചെയ്തോട്ടെ, നമ്മളായിട്ടൊന്നിനും പോണ്ട. ഏത് തമ്മാടിത്തം നടക്കുന്നിടത്തും ഞാൻ അങ്ങനെയാ, ചെയ്യണവർ ചെയ്തോട്ടെ, ഞാനൊന്നിനുമില്ല. ഞാൻ ഇപ്പം ലീവിന് ഗൾഫിൽ നിന്ന് വന്നത് ഇപ്പം അതിനല്ലല്ലോ. നമ്മളെ ന്യായങ്ങളാ. അള്ള വിടുമോ നമ്മളെ? മഹാന്മാരായ നബിമാര് നമ്മളെപ്പോലെ എലിക്കുട്ടികളായി ചൂളിയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മളിവിടെ ശാന്തമായി ഖുർആൻ ഓതൂല, നിസ്കരിക്കൂല, പള്ളികൾ നിർമ്മിക്കൂല, ഇബാദത്തുകൾ ചെയ്യൂല. അവര് സഹിച്ച ത്യാഗത്തിന്റെ ചോരപ്പാടുകൾ താണ്ടിയിട്ടാ നമ്മൾ ഇന്നിവിടെ സുഖിയന്മാരായിട്ട് ഇങ്ങനെ ഞാനും മുസ്ലിമാന്ന് അറിഞ്ഞു നടക്കുന്നത്.
ആ ദുന്യാവ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായി. SIR വന്നപ്പോഴേക്ക് നമ്മൾ ബേജാറിലാണ്. എൻ്റെ പേരുണ്ടാവില്ലേ, എൻ്റെ പൗരത്വം പോകും. സ്വർഗത്തിലെ പൗരത്വം പോകുന്ന പ്രശ്നം നമുക്ക് പ്രശ്നമല്ലാന്ന്. കാലാകാലം നരകത്തിൽ ആലോചിക്ക് സുഹൃത്തുക്കളെ, ഞാൻ ആലോചിക്ക്, നിങ്ങൾ ആലോചിക്ക്. നമ്മൾ എന്തിനാ വില കൽപ്പിക്കുന്നത്? ദുന്യാവിനാണോ ആഖിറത്തിനാണോ? അള്ള പറയുന്നു ഒരു കൂട്ടരെ സംബന്ധിച്ച്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. ആഖിറമാണ് എന്നെന്നും ജീവിക്കാനുള്ള ലോകമെന്നറിഞ്ഞിട്ടും, അതാണ് ഏറ്റവും ഉത്തമമായ ലോകമെന്നറിഞ്ഞിട്ടും അവരൊക്കെ, നിങ്ങളൊക്കെ തെരഞ്ഞെടുക്കുന്നത് എന്തിനെയാണ്? ദുന്യാവിലെ ജീവിതത്തെ മാത്രമാണ്. ഇതാ സൂറത്തുൽ അഅ്റാഫിൽ നമ്മളിങ്ങനെ കേൾക്കുന്നത്. ഇനി നമുക്കതും മനസ്സിലായിട്ടില്ലല്ലോ. നമ്മൾ സബീസ്മ അങ്ങനെയല്ലോ, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ എത്തുമ്പോഴേ ഒരു 10 വട്ടം ഒന്ന് ആവർത്തിച്ചോളി. ഞാൻ അതിൽ പെടുവോന്ന്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പം മനസ്സിലായില്ലേ? ഇതാണ് അവസ്ഥ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റഹ്മാനായ റബ്ബിൻ്റെ കഴിവുകൾ ഇവരുടെ ഔലിയാക്കന്മാരാന്ന് പറയുന്നവർക്കാണ് ചാർത്തി കൊടുത്തിട്ടാണ് സ്റ്റേജിലും പേജിലും നാട്ടിലൊട്ടാകെ വൻ പ്രചരണമാണ് മീഡിയകളിലൂടെ നടക്കുന്നത്. നമുക്കത് കേട്ടിട്ട് ഒരു വേദനയില്ലല്ലോ. അതിന് ആരെങ്കിലും മറുപടി പറയുന്നുണ്ടെങ്കിൽ ഓനെ പറ്റി പറയും, കണ്ടോ അയാളെപ്പോഴും അങ്ങനെ തന്നെ, അയാൾ ഈ വിമർശന, അയാൾക്ക് ഈ കുറ്റം പറയുന്ന പ്രസംഗ. വേറെ എന്തെല്ലാം അത് പറയണ്ടേ? ഇതിനെ ഈ കുറ്റം പറയുന്നത്. അതാ ഞാൻ പറയുന്നത്, ആ മനസ്സാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തി എഴുതി കളി. അള്ളാഹിൻ്റെ ഏറ്റവും ദീനിന് വേണ്ടി ത്യാഗം സഹിച്ച് ചോരപ്പാടുകളും മുറിപ്പാടുകളുമായിട്ട് നബിതങ്ങളോട് സങ്കടം പറയാമെന്ന സഹാബത്തിനെ നോക്കിയിട്ടാണ് ജിബിരിയിൽ അപ്പത്തന്നെ ആയത്തും കൊണ്ടുവരുന്നത്. എന്താ ചോദ്യം തരാം? അവരോടുള്ള ചോദ്യം എന്താ അറിയോ? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ മുൻഗാമികൾക്ക് ബാധിച്ചതുപോലെയുള്ള പ്രയാസങ്ങളൊന്നും നിങ്ങൾക്കും സഹിക്കാതെ നിങ്ങൾ സ്വർഗത്തിലങ്ങ് വെറുതെ സുഖമായി കയറാമെന്ന് കരുതുന്നുണ്ടോ? ഇത് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ രസമായിരുന്നു. കാരണം നമ്മൾ ഇതിനു വേണ്ടി ഒന്നും സഹിക്കാത്തവരാ. 10ഉം 90ഉം മുറിവ് ശരീരത്തിൽ, പൊള്ളിച്ച പാടും വെട്ടിയ പാടും കൊണ്ട് നബി തങ്ങളുടെ സമീപത്ത് പോയിട്ട് കരയാണ് ചില സഹാബിമാര്. കാണുന്നില്ലേ നബിയെ, ഈ ശരീരം കാണുന്നില്ലേ? ഇത് അവൻ വെട്ടിയതാണ്, പൊള്ളിച്ചതാണ് നബിയെ, എത്ര വെച്ചിട്ടാ നബിയെ സഹിക്കാൻ പറ്റണില്ല നബിയെ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. അവരോടാ ചോദിക്കണത്, സ്വർഗത്തിൽ വെറുതെ പോകാന്ന് കരുതിയോ? പഠിക്കണം നിങ്ങൾ ആ സന്ദർഭവും സാഹചര്യമൊക്കെ. ആ സന്ദർഭം, ആയത്തിറങ്ങിയ സന്ദർഭമൊക്കെ ഒന്ന് പഠിക്കണം. മടിയന്മാരായ നമ്മളോട് ചോദിച്ച ചോദ്യമല്ലാതെ ദീനിനു വേണ്ടി മുറികളും ചോരയും വ്രണങ്ങളുമായിട്ട് മുത്തു മുസ്തഫയോട് പരാതി പറയാൻ ചെന്നവരെ സമാധാനിപ്പിച്ചിട്ട് ഇറങ്ങിയ ആയത്ത. നിങ്ങളൊക്കെ വെറുതെ സ്വർഗത്തിൽ കയറുന്ന ഞങ്ങൾ വിചാരിച്ചത് ഇതൊന്നും ഒന്നുമല്ലാന്ന്. അപ്പൊ നമ്മളോടൊരു ആയത്തിറക്കുകയാണെങ്കിൽ എന്താ പറയേണ്ടി വരിക? ഒരു കല്യാണപ്പരയിൽ അനിസ്ലാമികത ഉണ്ടെങ്കിൽ അതിനെ എതിർക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, എനിക്കിപ്പോൾ എന്നും പറ്റൂല, ഓല് ചെയ്യണത് ചെയ്തോട്ടെ. നാട്ടിൽ എന്ത് തോന്നിയാസം നടക്കുകയാണെങ്കിലും അതിപ്പോൾ അവിടെ നടന്നോട്ടെ, എന്നെക്കൊണ്ട് ഇപ്പം എന്നും പറ്റൂല. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കൂ, ഇതല്ലേ നമ്മുടെ അവസ്ഥ? നമ്മളെങ്ങനെ അവർ പോയ സ്വർഗത്തിലേക്ക് പോകാൻ കുപ്പായം മാറ്റിയിരിക്കുക? ആ ചോദ്യങ്ങൾ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കിയേ. വെറുതെ സ്വർഗത്തേക്ക് പോകാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ ആയത്തൊക്കെ ഒന്ന് ഇടയ്ക്കിടക്ക് വായിച്ചു നോക്കണം. എത്ര സ്ഥലത്താണ് ഖുർആൻ ചോദിക്കണം അറിയോ? 2 സ്ഥലത്ത് അംഹസിബത്തും തുടങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് അഹസിബന്നാസു എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അൻകബൂത്തിന്റെ തുടക്കത്തില് അഹസിബന്നാസ് അൻ യുതറകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ വിചാരിച്ചോ ഒരു പരീക്ഷണത്തിനും വിധേയരാവാതെ സ്വർഗത്തിലേക്ക് കൂളായി കയറാമെന്ന് വിചാരിക്കുന്നുണ്ടോ? നടക്കൂല. അല്ലാഹുവേ റബ്ബേ, നമ്മളൊക്കെ ദീനിനു വേണ്ടി എന്ത് പരീക്ഷണ സഹിച്ചത്. അപ്പം നമുക്കൊന്നും സ്വർഗം ഉണ്ടാവില്ലേ? പേടിക്കണ്ടേ നമ്മൾ? അള്ള പറയണേ, പരീക്ഷിക്കപ്പെടാതെ നിങ്ങൾ സ്വർഗത്ത് പോകുന്നു കരുതണ്ട. നമ്മൾ എന്ത് പരീക്ഷണമായി ദീനിന് വേണ്ടി സഹിച്ചത്? അപ്പം സഹിക്കണ്ടേ നമ്മൾ? നമ്മുടെ മുമ്പിലല്ലേ ഈ ശിർക്ക് ഇങ്ങനെ വിളയാടുന്നത്? എന്താ നമ്മൾ അതിനെ കാമാണെന്ന് പറയാത്തത്? എന്താണ് ആ ശിർക്കിനെതിരെയുള്ള പോരാട്ടത്തിന് വേണ്ടി നമ്മൾ പണം ചെലവഴിക്കാത്തത്, സമയം ചെലവഴിക്കാത്തത്, അധ്വാനം ചെലവഴിക്കാത്തത്? വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ചിന്തിച്ചോദനം എന്നറിയണത് ഇതിനാണ്.
നമ്മൾ നമ്മുടെ ജോലി, നമ്മളെ മക്കൾ, നമ്മുടെ കുട്ടികൾ, നമ്മൾ അങ്ങനെയാണ് പോവുക. ഞാൻ ഒന്നിൽക്കില്ലേ എന്നും പറയാ. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലും ഇവിടെ കുഴപ്പമുണ്ടാക്കലും ഇത്തിനിയും നാടൊട്ടാകെ കുഴപ്പമുണ്ടാക്കലും. ഇവിടെ SIR ഒക്കെ കൂടി പ്രശ്നം വരുമ്പോൾ എപ്പോഴും തൗഹീദ് പറയാൻ പറ്റും. വളരെ ഗൗരവമാണ് സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ്. ഞാൻ പറഞ്ഞാൽ എന്താണെന്നറിയോ, അള്ളാന്റെ ഇതേ കഴിവ് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുകയാണ്. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഔലിയാക്കളാണ്. അവരും കുന്ന് പറയേ വേണ്ടു, അപ്പുണ്ടാകും. ഇവിടെ ഒരു ചെടിക്ക് പച്ചവർണം പോലും കൊടുക്കുന്നത് ഔലിയാക്കന്മാരാണ്. പരില്ലൊരു പുൽപ്പം, ഈ പ്രപഞ്ചത്തിൽ ഒരു പുൽപ്പം എന്ന് പറഞ്ഞാൽ ഒരു പുല്ല് പോലും അതിവിടെ ഉണ്ടാകുന്നില്ല എൻ്റെ ഓർഡറില്ലാതെ എന്നാ പറയണത്. മാലപ്പാട്ടിലുള്ളതാണ്. ഒക്കെ ഞാനാ നിയന്ത്രിക്കുന്നത്, എല്ലായിടത്തും ഞാനുണ്ട് എന്നാണ്. അതാണ് ആ പാട്ടുകാരൻ പാടിയതും. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോട് പറയ്, അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിഞ്ഞോളി. ഇത് കേരളത്തിലെ പാട്ടാ, നിങ്ങളാരും കേട്ടിട്ടില്ല ഒന്നും. എന്താണ് ആ ശൈത്താൻ പാടിയത്? മടവൂരാരാ പടച്ചോനാണോ എന്ന് ചോദിച്ചവനോട് പറയൂ, അതെ 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 മടവൂരാണ് ഞങ്ങളുടെ പടച്ചോൻ അറിഞ്ഞോളി. പച്ചയായിട്ട് അറേബ്യൻ മുശ്രിക്ക് പോലും പറയാത്ത വാദം. അറേബ്യയിലെ മുശ്രിക്കിനോട് പോലും ചോദിച്ചു നോക്കിയാൽ അന്ന് അവര് പോലും പറഞ്ഞു, ആരാടോ നിന്നെ പടച്ചത്, ആരാടോ പ്രപഞ്ചത്തെ പടച്ചത്? അല്ലാഹുവേ അവരും പറഞ്ഞിട്ടുള്ളൂ. ഈ കടുത്ത മുശ്രിക്ക് പറയുന്നു, മടവൂരാണ് ലോകം ഞങ്ങളെ പടച്ചത്, ഞങ്ങളെ പടച്ചോ മടവൂരാണ്. ഇപ്പൊ പറയണ് 313 ബദിരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. അടുത്ത പാട്ടാണ് ആ ശൈത്താൻ പേടെ പാടിയ പാട്ട, വേറെ പാട്ട. 313 ബദിരീങ്ങൾക്ക് പകരം ഞാൻ മതി നിങ്ങൾക്ക്. ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം തൊട്ട് ഇന്ന് വരെ എന്നെപ്പോലെ ഒരാൾ ഉണ്ടായിട്ടില്ല എന്ന് മടവൂര് പറഞ്ഞു എന്ന് പ്രസംഗിക്കണം. ഇതൊക്കെ കേരളക്കാരായ നിങ്ങൾക്ക് അറിയോ? കേരളത്തിലെ വിശ്വാസമായി പറയണമൊക്കെ ഇതാണ് നമ്മുടെ നാട്ടിലെ സമസ്ത. അവർക്ക് ഇതിന്ന് കൈയഴുകാനൊന്നും പറ്റൂല. കാരണം ലോകം മുഴുവൻ ഔലിയാക്കളാണ് നിയന്ത്രിക്കണം എന്നുള്ളത് അവരുടെ പാള കിതാബുകളിൽ എഴുതി വെച്ച കാര്യമാണ്. ഒരു കൂട്ടരത് പച്ചയായിട്ട് വിളിച്ചു പറയണു, മറ്റോരത് പൂഴ്ത്തി വെക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവരുടെയൊക്കെ അവരൊക്കെ അംഗീകരിക്കുന്ന കിതാബുകളിൽ ഇതൊക്കെ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതിന് പേരിന് എന്ത് പറയാ? എന്താ അള്ളാഹ് കൊടുത്താലെന്താ പോ? അള്ളാഹിൻ്റെ അനുവാദപ്രകാരം അവർ കുന്ന് പറഞ്ഞാലുണ്ടാവുക. ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ അള്ളാഹ്ക്ക് അങ്ങനത്തെ ഒരു കഴിവാണ് കൊടുത്തൂടെ എന്നാണ്. അങ്ങനെ കൊടുക്കൂല, അങ്ങനെ കൊടുത്തിട്ടുമില്ല. അള്ളാഹിൻ്റെ റസൂൽ ഒരിക്കൽ പോലും അവകാശപ്പെട്ടിട്ടില്ല ഞാൻ ഏതെങ്കിലും ഒരു വസ്തുവിനോട് കുന്ന് പറഞ്ഞാൽ അതുണ്ടാകും. നബി പറഞ്ഞിട്ടില്ല, സഹാബിമാര് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഏതെങ്കിലും ഒരു വസ്തുവിനോട് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും എന്ന് ഒരൊറ്റ സഹാബിയും അവകാശപ്പെട്ടിട്ടില്ല. ആ സഹാബത്തിന്റെ 4 അയലത്ത് എത്തൂല ഖിയാമത്ത് നാൾ വരെ. ഇനി ഒരുത്തം വന്നാലും എത്ര വലിയ ഹോജ വന്നാലും ഒരു സഹാബിയുടെ അടുത്തേക്ക് എത്തൂല. അതാ അഹ്ലുസുന്നയുടെ വിശ്വാസം. റസൂലുള്ളാഹിന്റെ ശേഷം പിന്നെ ഈ ലോകത്ത് ഉത്തമന്മാരാരാണ്? സഹാബിമാരാണ്. ആ സഹാബിയുടെ ഒരു സഹാബിയുടെ പവർ ഖിയാമത്ത് നാൾ വരെയുള്ള ആരൊക്കെ വന്നാലും ഉണ്ടാവില്ല. അതാ നമ്മളെ വിശ്വാസം. അവരാരും ഇത് അവകാശപ്പെട്ടിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, അള്ളാഹു പറയാണ് അള്ളാഹുവിൻ്റെ കഴിവ്, അത് അവൻ്റെ മാത്രം കഴിവാണ്. അവനൊരു കാര്യം ഉണ്ടാകുക എന്ന് ഉദ്ദേശിച്ചാൽ അത് പറയുകയേ വേണ്ടൂ, അപ്പോഴേക്കതെന്ത് ചെയ്യും? ഉണ്ടാകും. ഇതൊന്നും പുറത്തെവിടെയുള്ള കഥയല്ല. നിങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ, ഇവിടെ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ സദസ്സിലുള്ളവരും ഇനി ഇത് പിന്നീട് കേൾക്കുന്നവരും, നിങ്ങൾ സ്വന്തത്തോട് ചോദിക്ക്, എൻ്റെ കുടുംബത്തിൽ ഈ വിശ്വാസക്കാരെത്ര പേരുണ്ട്? അതൊന്നാണ് ചോദിച്ചു നോക്ക്. അപ്പാണ് പറഞ്ഞു തരും. നിങ്ങളിതിനെതിരെ ഒന്നാണ് പറഞ്ഞു നോക്കിയാൽ, നിങ്ങളിതിനെതിരെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങളെ പിടിച്ചാട്ടും വീട്ടുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ പെരിയിലും ഉണ്ട് ഇതല്ലേ. ഇതുവരെ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. എന്താ? നിങ്ങൾ വെളിച്ചം അടിച്ചു നോക്കിയിട്ടില്ല. ഇരുട്ടിലേക്ക് നിങ്ങൾ ടോർച്ച് അടിച്ചിട്ടില്ല. ടോർച്ചൊന്ന് അടിച്ചു നോക്കണം. അപ്പോൾ പുറത്തേക്കാണ് ചാടും. എന്താ വിശ്വാസം? വാപ്പൻ്റെ വിശ്വാസം എന്താ? അമ്മൻ്റെ വിശ്വാസം എന്താ? അളിയൻ്റെ വിശ്വാസം എന്താ? ജ്യേഷ്ഠൻ്റെ വിശ്വാസം എന്താ? അനിയൻ്റെ വിശ്വാസം എന്താ? താത്താൻ്റെ വിശ്വാസം എന്താ? ഇളയച്ചിയുടെ വിശ്വാസം എന്താ? മൂത്തച്ഛയുടെ വിശ്വാസം എന്താ? നിങ്ങൾ പുറത്തേക്കാണ് ചാടും. ഇനി ഈ ടോർച്ചൊന്ന് എടുത്തിട്ട് അടിച്ചു നോക്കണം. അപ്പം കണ്ട് കാണും. ഇപ്പം എന്താ നമുക്കൊന്നും അറിയില്ല. ഞാൻ വിചാരിക്കണം ഇതൊക്കെ ഇവിടുത്തെ കഥ, ഉട്ടോപ്പിയ ഉഗാണ്ടയിലെ കഥയായിരിക്കും ഇയാൾ ഈ പറയണത്. ഇത് നമ്മളെ പുരയിലത്തെ വിശ്വാസമായി പറയണത്. പരലോക കോടതിയിൽ ചോദ്യം ഉണ്ടാവില്ലേ? ഇനി എന്ത് ചെയ്തു?
എത്ര ആൾക്ക് നീ സത്യം കേൾപ്പിച്ചു എന്നുള്ള ചോദ്യം പരലോകത്ത് എന്നോടുമുണ്ടാകും, നിങ്ങളിൽ ഓരോരുത്തരോടുമുണ്ടാകും. ഒരു സംശയവും വേണ്ട. ഞാൻ നിസ്കരിച്ചു മുമ്പ് പറ്റി നല്ലവനായി നടന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് സൂറത്തുൽ അസ്ർ എന്നാണ് ഓതിയൊക്കെ. വല്ലസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. ആ അധ്യായം അവസാനിച്ചോ? ഇല്ല, ഇനിയില്ല, രണ്ടെണ്ണം അതായി പറയുന്നത്. വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ. സത്യം കൊണ്ട് നന്നായി ഉപദേശിക്കണം. ആ മാർഗത്തിൽ നല്ല പ്രയാസം ഉണ്ടാകും, അത് സഹിക്കണം. അല്ലാത്തവർക്ക് സ്വർഗമില്ല. ഇനി ആലോചിച്ചോളി, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അങ്ങനെ ആലോചിച്ചോളി, സൂറത്തുൽ അസ്റിൽ പറഞ്ഞ 4 എന്നിലുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഇല്ലെങ്കിലോ നമ്മളെ കാര്യം അപകടത്തിലല്ലേ. എത്ര ഗൗരവമാണ്. ഇതാ ഖുർആൻ ചിന്തിക്കണം, ഖുർആനെ കുറിച്ച് ചിന്തിക്കണം എന്ന് പറയണം. അപ്പൊ അള്ളാഹു കഴിവുള്ളവനാണ്. അവൻ ഉദ്ദേശിച്ചാൽ അങ്ങനെ പറയുകയേ വേണ്ടൂ, അതുണ്ടാകും. അത് അവൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് പടഞ്ഞ് ഒരു പ്രശ്നമല്ല. എന്തുണ്ടാവണം എന്നുണ്ടെങ്കിലും മരിച്ചോലെ ജയിപ്പിക്കുക എന്തു, അവനതൊന്നും ഒരു പ്രയാസേ അല്ല. അവസാനിപ്പിക്കുകയാണ് അവസാനത്തെ ആയത്ത്, ലാസ്റ്റ് ആയത്ത്. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ വഇലൈഹി തുർജഊൻ. ഫസുബ്ഹാന, അതിനാൽ അവൻ മഹാപരിശുദ്ധനാണ്. സുബ്ഹാൻ, പരിശുദ്ധമാണ്, പരിശുദ്ധനാണ്. അല്ലദീ, ഒരുവൻ, അല്ലാഹു മഹാപരിശുദ്ധനാണ്. അല്ലദീ, ഒരുവൻ പരിശുദ്ധനാണ്. ആ ഒരുവന്റെ പരിശുദ്ധിയെ നിങ്ങൾ വാഴ്ത്തിക്കോളൂ. ആരാണ് ആ ഒരുവൻ? ബിയദിഹി, അവന്റെ കയ്യിലാണ്. ബിയദിഹി, അവന്റെ കയ്യിലാണ്. എന്ത്? മലകൂത്തു, സർവാധികാരം. മലക്കുന്ന് പറഞ്ഞാൽ തന്നെ അധികാരാണ്. മലക്കൂത്ത് എന്ന് പറഞ്ഞാലോ അസ്സുൽത്താനു താം, സമ്പൂർണ്ണാധികാരം അള്ളാഹുവിൻ്റെ കൈകളിലാണ്. മലക്കൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവാധികാരം, സമ്പൂർണമായ സമഗ്രമായ അധികാരം ആരുടെ കയ്യിലാണ്? അള്ളാഹുവിനാണ്, അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതാണ് മലക്കൂത്ത്. മലക്കുൻ എന്നുള്ളതിൻ്റെ കൂടെ ഒരു വാവും താവും ചേർന്നപ്പോൾ എന്തായി? സമ്പൂർണ്ണ. മലക്കുന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? അധികാരം. മലക്കൂത്ത് എന്ന് പറഞ്ഞാലോ സർവാധികാരം, സമ്പൂർണമായ അധികാരം അള്ളാഹുവിൻ്റെ. യാതൊരുവന്റെ കയ്യിലാണോ അവൻ മഹാപരിശുദ്ധൻ. കുല്ലി ശൈഇൻ. ഇനി വഇലൈഹി, അവൻ്റെ അടുക്കലേക്ക് തന്നെയാണ് തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നതും. മരണാനന്തരം റബ്ബിൻ്റെ കോടതിയിൽ പോകാതെ ഒരാൾക്കും രക്ഷയില്ല. നിങ്ങൾ അവൻ്റെ അടുക്കലേക്കാണ് മടക്കപ്പെടുന്നതും. അവിടേക്ക് മടക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വിചാരണ ഉണ്ട്. വിചാരണ ചെയ്തിട്ട് എല്ലാവരും പൊയ്ക്കോളി എന്ന് പറയാ. സ്വർഗത്തിലേക്ക് വിടും, നരകത്തിലേക്ക് വിടും. ഇനി അതേപോലെ തന്നെ ഏത് കാര്യങ്ങളും അവനിലേക്കാണ് മടക്കപ്പെടുന്നത് എന്ന തഫ്സീറും ഉണ്ട് അവിടെ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ പരിപൂർണമായ അർത്ഥത്തിൽ അതിൻ്റെ തീർപ്പ് കൽപ്പിക്കാൻ നമ്മൾ വിഷയം മടക്കേണ്ടത് ആരിലേക്കാണ്? അള്ളാഹുവിലേക്കാണ്. അങ്ങനെയും അതിന് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. ഫസുബ്ഹാനല്ലദീ, ഒരുവൻ മഹാപരിശുദ്ധൻ. അവിടെ സുബ്ഹാന, നിങ്ങൾ പരിശുദ്ധപ്പെടുത്തണം, നിങ്ങൾ അവനെ ധാരാളമായി വാഴ്ത്തിക്കൊണ്ടിരിക്കണം. കാരണം പ്രപഞ്ചം മുഴുവനും അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം മുഴുവനും അവനെ സദാ എന്തിയാണ്? വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പല അധ്യായങ്ങളും തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്. യുസബ്ബിഹു ലില്ലാഹി മൻ ഫിസ് സമാവാതി വൽ അർദി, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി. ഏതൊക്കെ വിധത്തിലാണെന്നറിയോ? ആകാശഭൂമികളിലുള്ള മുഴുവനും അവന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഇവിടെ അള്ളാഹനെ വാഴ്ത്താത്ത ഒരൊറ്റ വസ്തുല്ല എന്നാണ്. വലാകിൻ വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. ഈ പ്രപഞ്ചത്തിലെ യാതൊരു വസ്തുവും തന്നെയില്ല അവനെ വാഴ്ത്താതെ. എന്നാൽ അവയൊക്കെ എങ്ങനെയാണ് അവനെ വാഴ്ത്തുന്നതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ എന്നേയുള്ളൂ. നമ്മളെ തസ്ബീഹ് നമുക്കറിയാം സുബ്ഹാനല്ലാഹ് എന്നാണ്. എന്നാൽ ഇവിടുത്തെ കല്ലും മുള്ളും മരമൊക്കെ തസ്ബീഹലാണ് എങ്ങനെ? നമുക്കറിയില്ല.
എന്നാൽ എല്ലാം ഇവിടെ അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യുന്നുണ്ട്. എല്ലാം ഇവിടെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് തസ്ബീഹ് പ്രത്യേകം നമ്മളോട് പറഞ്ഞ സമയങ്ങളിൽ നമ്മൾ തസ്ബീഹുകൾ അധികരിപ്പിക്കണം. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ എണ്ണവും കണക്കൂലാതെ നമ്മൾ സുബ്ഹാനല്ലാഹ് വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം, പിന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 വട്ടം, അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഒക്കെ അള്ളാഹുവിനെ വാഴ്ത്തലും പുകഴ്ത്തലും പ്രകീർത്തിക്കലും മഹത്വപ്പെടുത്തലും ഒക്കെ തന്നെയാണ്. അവനെ പരിശുദ്ധപ്പെടുത്തുക എന്നാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബ് എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ്. അള്ളാഹ്ക്ക് പല ന്യൂനതകളും ഇവിടെ പലരും പറയുന്നുണ്ട്. അതിനൊക്കെ എൻ്റെ റബ്ബ് എന്താണ്? പരിശുദ്ധനാണ്. പിന്നെ എൻ്റെ റബ്ബ് മറ്റു ചിലരെ പോലെയാണ് എന്ന് ചിലരിവിടെ തുല്യപ്പെടുത്തി പറയുന്നുണ്ട്. അതിൽ നിന്നും എൻ്റെ റബ്ബ് മഹാ പരിശുദ്ധനാണ്. എൻ്റെ റബ്ബ് നുഖ്സാനിൽ നിന്ന് അഥവാ ന്യൂനതയിൽ നിന്ന് പരിശുദ്ധനാണ്. മുമാസലത്തിൽ നിന്ന് അവന് തുല്യമായിട്ട് മറ്റാരെങ്കിലും ഉണ്ട് എന്ന് പറയുന്നതിൽ നിന്നും എൻ്റെ റബ്ബ് എന്താണ്? പരിശുദ്ധനാണ്. അവന് തുല്യനായി അവനേ ഉള്ളൂ, അവനെപ്പോലെ അവനേയുള്ളൂ, മറ്റൊരൊന്നുമില്ല, ഒരു വസ്തുവില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് ഈക്വലായി ഒരാളും തന്നെയില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെപ്പോലെ ഒന്നുമില്ല. അതുകൊണ്ട് റബ്ബിനെ കുറിച്ച് പറയുമ്പോൾ എന്തും റബ്ബിന് അനുയോജ്യമായ വിധത്തിൽ, വേറൊന്നിനെ പോലെ എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിൻ്റെ സിഫത്ത് പറയുമ്പോൾ അപ്പോൾ അവൻ്റെ കയ്യിലാണ് അധികാരം എന്ന് പറഞ്ഞോടത്ത് അവൻ്റെ കൈ എന്ന് പറയുമ്പോൾ നമ്മളെ കൈ ഓർമ്മ വരരുത്. അള്ളാഹുവിൻ്റെ കൈ, അള്ളാഹുവിൻ്റെ മുഖം, അള്ളാഹുവിൻ്റെ വിരല്, അള്ളാഹുവിൻ്റെ ഖദം, പാദം എന്നൊക്കെ പറയുന്നിടത്തൊന്നും നമ്മൾ അള്ളാഹുവിനെ അതില്ലാന്നും പറയാൻ പോകരുത്. മറ്റേതെങ്കിലും ഒന്നിനെ പോലെ എന്ന ഉപമ പറയാനും പോകരുത്. എങ്ങനെയാണോ അവൻ അങ്ങനെയോ എല്ലാം അവന് പറയപ്പെട്ടതൊക്കെ അവനുണ്ട്. ഇതാണ് നമ്മുടെ വിശ്വാസം. അഹ്ലുസുന്ന നാളിതുവരെ വിശ്വസിച്ചതും അത് തന്നെയാണ്. അപ്പം അവസാനത്തെ ആയത്തിലും അള്ളാഹുവിൻ്റെ കഴിവാണ് പറയുന്നത്. സർവാധികാരി അവനാണ്, അവനിലേക്കാണ് എല്ലാവരും മടക്കപ്പെടുന്നത്. 8-10 കാര്യങ്ങളാണ് അപ്പം അവിടെ അള്ളാഹു താല പറഞ്ഞത്. എന്തിന്? മനുഷ്യനെ വീണ്ടും പരലോകത്തേക്ക് ഹാജരാക്കാൻ അവൻ കഴിവുള്ളവനാണ് എന്ന് സമർത്ഥിക്കാൻ 10ഓളം കാര്യങ്ങളിപ്പോൾ ഈ ആയത്ത് അവസാനിക്കുന്നതിൻ്റെ ഇടക്ക് അവലം ഞറൽ ഇൻസാനു അന്നാ ഖലഖ്നാഹു മുതൽക്ക് അവൻ എണ്ണി പറഞ്ഞു. 10 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത്രയും അവൻ കഴിവുള്ളവനാണ്. ഇതാണ് സൂറത്ത് യാസീൻ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളുടെ കഴിവിൻ്റെ പരമാവധി എല്ലാവരും കഴിയാവുന്നിടത്തോളം ഇപ്പോൾ ഓരോ സൂറത്തുകളും അവസാനിച്ചു പോകുമ്പോൾ അതങ്ങ് മണ്ണിട്ട് പോകരുത്. നമ്മളങ്ങനെ ഇടക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് 2 രീതിയിൽ ഖുർആനോത്തുണ്ടാവണം. ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. ഓർമ്മയുള്ളവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം 2 വിധത്തിൽ വേണം. ഒന്ന് കേവല പാരായണം, അതിങ്ങനെ സ്പീഡിൽ ഓതിപ്പോകും. നമ്മൾ എത്ര ഖത്തം തീർത്തു ഒരു ദിവസം അതൊരു ഭാഗത്ത് അങ്ങനെ നടക്കണം. അതോടൊപ്പം കുറഞ്ഞ സമയമാണെങ്കിലും ഒരായത്ത് ചിന്തയോടുകൂടെ പാരായണം ചെയ്യുന്ന ഒരു ഓത്തും വേണം. അങ്ങനെ 2 തരക്ക് നമ്മൾ ഓതണം. ഒന്ന് അർത്ഥം നമ്മളങ്ങനെ ഓടി അങ്ങനെയാണ് പോവുകയാണ്. അതിൽ നമുക്ക് മനസ്സിലാകാത്തത് മനസ്സിലായില്ല, അങ്ങനെയാണ് പോവുകയാണ്. ഒരക്ഷരത്തിന് 10 കൂലി എന്നുള്ളതാണ്. മറ്റേതല്ല. മറ്റേത് ഒരായത്ത് നിങ്ങൾ ഒരു ദിവസം ഒരായത്ത് ചിലപ്പോൾ ഒരായത്തിൻ്റെ പകുതിയെ പഠിക്കുള്ളൂ. എന്താണ് ആ പറഞ്ഞതെന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ട്, അർത്ഥം ചിന്തിച്ച്, ആശയം ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ തഫ്സീറും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കിട്ടാവുന്നിടത്തോളം ചോദിച്ച് മനസ്സിലാക്കിയിട്ടും പഠിച്ചിട്ടൊക്കെ ആ ആയത്തിൽ എന്താ പറയുന്നത്. അത് നമുക്ക് അധികം പേജൊന്നും പറ്റൂല ഒരു ദിവസം. ചിലപ്പോൾ ഒരായത്തോ അല്ലെങ്കിൽ ആയത്തൊക്കെ പറ്റുള്ളൂ. പക്ഷേ അതാണ് ശരിയായ പാരായണം. ചിന്തയോടെ പാരായണം ചെയ്യുക. അങ്ങനെ അതിൻ്റെ അർത്ഥവും ആശയമൊക്കെ പഠിക്കും. അങ്ങനെ നമ്മൾ ഈ പഠിക്കുന്ന കൂട്ടത്തിൽ യാസീൻ ഉണ്ടാവണം. അങ്ങനെ നമ്മളിപ്പോൾ അർത്ഥമൊക്കെ പഠിച്ചവരാണ്. അങ്ങനെ പഠിച്ച കുറേ സൂറത്തുകളുണ്ട്. അങ്ങനെ ഉണ്ടാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആനിനെ അവഗണിക്കുന്ന മുനാഫിക്കുകളുടെ സ്വഭാവത്തിൽ നിന്ന് റബ്ബ് നമ്മെ രക്ഷിക്കുകയും ഖുർആനിനെ യഥാർത്ഥമായ നിലക്ക് അതിനെ സമീപിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റഹ്മാനായ റബ്ബ് നമ്മെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം മനസ്സിനും ശരീരത്തിനുമൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക്
അള്ളാഹുമ്മ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.